നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവും ആക്ടറും ആയിരുന്ന ബ്രിട്ടീഷ് കലാകാരൻ ചാർലി ചാപ്ലിൻ പറഞ്ഞ ചില പ്രസ്താവനകളാണ് ഈ ദിവസങ്ങളിലായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐ ലൈക്ക് ടു വാക്ക് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ ഡു നോട്ട് വാണ്ട് അതേഴ്സ് ടു സീ മൈ ടീയേഴ്സ്. മഴയുള്ള സമയത്ത് വെളിയിൽ നടക്കാൻ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ മറ്റുള്ളവർ എൻ്റെ കണ്ണുനീർ, അതായത് എൻ്റെ സങ്കടം കാണാതിരിക്കുന്നതാണ് എനിക്കേറെ ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രസ്താവനയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നു, നത്തിങ് ഈസ് പെർമനൻ്റ് ഇൻ ദിസ് വേൾഡ് ഈവൻ ദ ട്രബിൾസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സുസ്ഥിരമായത് അല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടതകളും പോലും. ഞാൻ നിങ്ങളും ജീവിക്കുന്ന ഈ ലോകം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ലോകമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ അനുനിമിഷം മാറ്റങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ജേർണലിൽ വായിച്ചത്, ജപ്പാനിലും മറ്റും അവർ കണ്ടെത്തുന്ന ടെക്നോളജികൾ, സാങ്കേതികത, ഒരു സാങ്കേതിക വിദ്യ അത് കണ്ടുപിടിച്ച് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ബേസിക് സാങ്കേതികത്വം മാറുകയാണ്, മറ്റൊന്നിലേക്ക് വരികയാണ്. എത്രയോ നൂതനമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഓരോ ദിവസവും ഭൂമിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രലോകത്തത് അങ്ങനെ സംഭവിക്കുന്നു. മനുഷ്യൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അനുദിന ജീവിതശൈലിയിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു. യാതൊന്നിനും ഇവിടെ സുസ്ഥിരതയില്ല. നത്തിങ് ഈസ് പെർമനൻ്റ് ഇൻ ദിസ് ലൈഫ്. ഈ ലോകത്തിൽ സുസ്ഥിരമായത് എന്ന് നാം ചിന്തിക്കുന്നതിന് പോലും യാതൊരു സ്ഥിരതയുമില്ല. തികച്ചും അസ്ഥിരതയുള്ള അല്ലെങ്കിൽ അസ്ഥിരത്വമുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം പറയാണ്, ഈവൻ ദ ട്രബിൾസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പിന്നെ നെടുവീർപ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അയവിറക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്, അല്ലെങ്കിൽ സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളും അദ്ദേഹം പറയുകയാണ്, ഈ പറയപ്പെട്ട പ്രതിഭാസങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സുസ്ഥിരമായ ഒന്നല്ല. അപ്പം ഒരു നിലയിലും എൻ്റെ ഈ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ലല്ലോ, അല്ലെ എൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാകില്ലല്ലോ എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്ന മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണപ്പെടുന്ന യാതൊരു സാഹചര്യങ്ങൾക്കും ഒരു സുസ്ഥിരതയില്ല. നാളെയുടെ നാളുകളിൽ അതൊക്കെ മറിയാനുള്ളതാണ്. 1986 ഞാൻ ബാംഗ്ലൂരിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം എൻ്റെ കൂടെയാണ് അന്ന് താമസിച്ചിരുന്നത്. അദ്ദേഹം എന്നോട് ഒരു പ്രത്യേക സാഹചര്യം, അദ്ദേഹം പല സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു, ജോലിയൊന്നും കിട്ടിയില്ല. അദ്ദേഹം ഒരു എംകോംകാരനാണ്. പല സ്ഥലങ്ങളിൽ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, പലയിടത്തും ഇൻ്റർവ്യൂ ചെയ്തു. അവസാനം അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടിയില്ല. വളരെ നിരാശപ്പെട്ടതൊരു വിശ്വാസിയാണ്, വേർപാട് വിശ്വാസി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരിക്കലും ഒരു ഗുണവും വരാൻ പോകുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ സ്വയം ശപിക്കരുത്. അനുതാപം നമ്മുടെ ജീവിതത്തിൽ പാടില്ല. അന്ന് ഇന്നത്തേക്കാൾ വളരെ ചെറുപ്പമാണ് ഞാൻ, 10, 25, 26 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഞാൻ പറഞ്ഞു, അനുതാപം ദൈവസ്ഥനിലൊരു പാപമാണ്. സ്വയം ശപിക്കരുത്, അങ്ങനെ പറയരുത്. നിങ്ങൾ 1 വർഷത്തിനുള്ളിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തരികയും ഒരു ഉദ്ധാരണം തരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം 1 വർഷത്തിൽ തന്നെ അവിടുന്ന് ദോഹയ്ക്ക് പോയി കുറേ നാൾ അദ്ദേഹം ജോലി ചെയ്ത ശേഷം അവിടുന്ന് അദ്ദേഹം പാശ്ചാത്യ നാടുകളിലേക്ക് പോയി. ഇന്ന് ഞാനുമായി യാതൊരു ബന്ധവും അദ്ദേഹത്തിനില്ല. അത് അദ്ദേഹവും ദൈവവുമായി തീർക്കട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അദ്ദേഹം തന്നെത്താൻ ശപിച്ചു പറഞ്ഞത് എൻ്റെ ഈ സ്ഥിതിക്കൊരു മാറ്റവും വരികയില്ല എന്നാണ്. നമ്മളൊക്കെ പല ആളുകളും പറയും, എൻ്റെ ഈ രോഗത്തിന് ഒരു ശമനം ഉണ്ടാകുകയില്ല, എൻ്റെ ഈ മനോപീഡകൾക്ക് ഒരു മാറ്റം വരികയില്ല, ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ ആക്ഷേപങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല, ഞാൻ അനുഭവിക്കാൻ ഒരിക്കലും അനർഹമായിട്ടുള്ള ആരോപണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറുകയില്ല. ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ നൂലാമാല പോലെ പ്രശ്നങ്ങളുടെ താഴ്വയിൽ കൂടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ സ്ഥിതിക്കൊന്നും ഒരു മാറ്റവും വരികയില്ല എന്ന് ചിന്തിച്ച് ദുഃഖിച്ച് നിരാശപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. മരണകരമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, കിഡ്നി ഫെയിലിയർ പോലെയുള്ള രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ ട്യൂമേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് യാതനപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഡയബറ്റിക് പേഷ്യൻസ് തന്നെ അതിന്ന് കോമൺ ഡിസീസ് ആണല്ലോ, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസോർഡർ ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കൈകാലുകൾ ആംപ്യൂട്ട് ചെയ്ത ആളുകൾ, വിരലുകൾ മുറിച്ച് മാറ്റപ്പെട്ട ആളുകൾ, ആഹാരം ശരിക്ക് കഴിക്കാൻ കഴിയാത്ത ആളുകൾ, മറ്റുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ ആളുകളില്ലാതെ അത്യന്തം യാതനപ്പെടുന്ന ആളുകൾ, ഇങ്ങനെ സമൂഹത്തിൽ ധാരാളം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിനായി കൊതിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ ഒരാൾ ഒരു നേരത്തെ ആഹാരം സന്തോഷത്തോടെ കൊണ്ടു കൊടുത്താൽ അത് വാങ്ങിക്കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ ഞാനും നിങ്ങളും കാണാറുണ്ട്. ദാരിദ്ര്യ ദുഃഖത്തിൽ കൂടി പുരോഗമിക്കുന്ന ആളുകളുണ്ട്. കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ സ്ഥിതിഗതികളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പെർമനൻസി അല്ല, അതായത് ഒരു സുസ്ഥിരമാകുന്ന അനുഭവമല്ല. ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ വൈജ്ഞാനികനായിരുന്ന ശലോമോൻ പറയാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അവൻ എല്ലാറ്റിനായും ഒരു സമയത്തെ വെച്ചിരിക്കുന്നു. ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് 28 ദിവസമാണ്. യഹൂദന്മാരുടെ കലണ്ടർ ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കുകയാണ്. 28 കാര്യങ്ങൾ ഈ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണിയുവാൻ്റെ കാലം, പൊളിച്ചു കളയുവാൻ ഒരു കാലം, കയ്യാല കെട്ടുവാൻ്റെ കാലം, കയ്യാല ഇടിച്ചു കളയുവാൻ ഒരു കാലം, നടുവാൻ്റെ കാലം, പറിപ്പാൻ്റെ കാലം, വിതയ്ക്കുവാൻ്റെ കാലം, കൊയ്യാൻ്റെ കാലം, അപ്പം വിശ്രമിക്കുവാൻ്റെ കാലം, വേല ചെയ്യുവാൻ്റെ കാലം. ഇങ്ങനെ കാലത്തിൻ്റെ വ്യത്യസ്തതകളെ സംബന്ധിച്ച് അദ്ദേഹം 28 മാറ്റങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയ വിശ്വാസിയെ, നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഈ ക്ലേശങ്ങൾക്ക്, ഈ മനോവേദനകൾക്ക്, ഈ നഷ്ടങ്ങൾക്ക്, കഷ്ടങ്ങൾക്ക് ഒന്നും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ നമ്മളെപ്പോലും സുവിശേഷ പ്രസംഗി അല്ലാത്ത ചാർലി ചാപ്ലൈൻ, നിശ്ചല ചലച്ചിത്രത്തിൻ്റെ ഉപജ്ഞാതാവായ അദ്ദേഹം പറയാണ്, നത്തിങ് ഈസ് പെർമനൻ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ഒന്നും സുസ്ഥിരമല്ല. ഈവൻ ദ ട്രബിൾസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പോലും അത് സ്ഥിരമായി നിൽക്കുന്നതല്ല. ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാകും. വിശുദ്ധ വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മാറ്റമുള്ള ഈ ലോകത്തിലെ മാറ്റമില്ലാത്ത 3 യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, യഹോവേ അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അതായത് ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു വ്യക്തിയാണ് യഹോവയായ ഞാൻ അനന്യൻ, എനിക്ക് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അതാണ് ഈ എബ്രാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പിന്നെ അപ്പോസ്തലൻ പറയുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകത്തിൻ്റെ ഒരു ഉദ്ധരണിയാണ്. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ദൈവത്തിന് തൻ്റെ അസ്തിത്വം സംബന്ധിച്ച് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. അപ്പോൾ മാറ്റമില്ലാത്ത ഒന്നാമത്തെ ആൾ ആരാന്ന് ചോദിച്ചാൽ ദൈവമാണ്. ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. രണ്ടാമത് പറയുന്നത്, യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള എല്ലാ ലിറ്ററേച്ചറുകളും ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കും. മനുഷ്യൻ്റെ സാങ്കേതികതയും അവൻ്റെ വൈജ്ഞാനികതയും അവൻ്റെ എഴുത്തുകുത്തുകളും അവൻ്റെ രേഖകളും അവൻ്റെ പ്രസംഗങ്ങളും പ്രസംഗ പാഠവങ്ങളും അവൻ്റെ സാഹിത്യരചനകളും എല്ലാം ഈ ലോക ജീവിതം കൊണ്ട് അവസാനിക്കുകയാണ്. ലോകം തന്നെ അവസാനിക്കുമ്പോൾ ഇതെല്ലാം എന്ത് അഴിഞ്ഞു പോകാനുള്ളതാണ്. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്തതായി സ്ഥിതി ചെയ്യുന്ന ഒന്നുണ്ട്, അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ വചനം. യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അതാണ് സ്ഥിരതയുള്ള രണ്ടാമത്തെ വസ്തുത. മൂന്നാമത് പറയുന്നത്, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ ദൈവം എന്നേക്കും ജീവിക്കുന്നു. 2, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. 3, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കുന്നു. ബാക്കിയുള്ള എല്ലാ സംഗതികൾക്കും മാറ്റമുള്ളതാണ്. അതെല്ലാം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ പറയുമ്പോൾ ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം എത്ര ക്ഷണഭംഗുരവും നിസ്സാരവുമാകുന്നു പറയുന്നു. ശരിയല്ലേ? ഇന്നലെ നമ്മൾ വർത്തമാനം പറഞ്ഞ ആളിനെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. അവൻ്റെ സ്ഥിതിഗതികൾക്കെല്ലാം മാറ്റം ഉണ്ടാകും. താൻ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളെ നമ്മൾ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മാറ്റങ്ങളുടെ മാറ്റൊലി എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മാറ്റമില്ലാത്ത ഒരു ദൈവവും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള മാറ്റമില്ലായ്മ, അതായത് ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും. ബാക്കിയുള്ളതെല്ലാം ഈ ലോകത്തിൽ മാറ്റപ്പെടുകയാണ്. ആകയാൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. ശബ്ദത്തിൻ്റെ വെളിയിൽ നിന്നുള്ള ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം സമയം ദീർഘിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. ഇത് ഒരു 10 മിനിറ്റിനകത്ത് ഒതുങ്ങുന്ന ഒരു വീഡിയോ ആണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നു, ചാർലി ചാപ്ലിൻ പറഞ്ഞത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. നത്തിങ് ഈസ് പെർമനൻ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ യാതൊന്നും സുസ്ഥിരമല്ല. എല്ലാം മാറ്റപ്പെടുവാനുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈവൻ ദ ട്രബിൾസ് ഓഫ് അവർ ഡേ. ഞാൻ നിങ്ങളും അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ കന്മഷങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മുടെ നെടുവീർപ്പുകളും അതുപോലും സുസ്ഥിരമല്ല. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥിതിഗതികൾക്കും മാറ്റമുണ്ടായി. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിക്കേണ്ടി വന്ന സമരസങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യണമേ എന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ദൈവം നമ്മുടെ കണ്ണുതന്നെ കാണുന്ന, നമ്മുടെ സങ്കടത്തെ അറിയുന്ന, നമ്മുടെ വേദനകളെ അറിയുന്ന, നമുക്ക് ഇതിനെല്ലാം ഒരാശ്വാസവും സമാധാനവും സന്തോഷവും തരുന്ന
നാളെയുടെ നാളുകൾ നമുക്കായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉള്ള ആ നല്ല പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസ ജീവിതയാത്ര നമുക്ക് പ്രത്യാശയോടെ ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചെറിയ ആലോചനയാൽ നമ്മെ എവരെയും സഹായിക്കട്ടെ. ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.